2023 പ്രളയവുമായി ബന്ധപ്പെട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയത് 2018 എന്ന സിനിമയാണെങ്കിൽ ഈ വർഷം 2024 ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത് വെള്ളപ്പൊക്ക കഥയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത് ഉള്ളൊഴുക്കാണ്. പാർവതി ഉർവശി കോമ്പോയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സുഷിൻ ശ്യാം സംഗീതം നൽകിയ ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത സിനിമ രണ്ടാം ദിവസം ശനിയാഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തെ ശനിയാഴ്ച ദിവസത്തെ കേരള ട്രാക്കിംഗ് 2 ദിവസത്തെ എസ്റ്റിമേറ്റ് കണക്കുകളെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ കളക്ഷൻ വർധന നേടിയെടുത്തിരിക്കുകയാണ് ഉള്ളൊഴുക്ക്. ഇന്നലെ സമയം 15 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് ശനിയാഴ്ച സിനിമയ്ക്ക് 24 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. അപ്പോൾ ഇന്നലെ 30 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ ഉണ്ടായ സിനിമയ്ക്ക് ഇന്ന് 50 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് ഉണ്ടാകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ 2 ദിവസത്തെ സിനിമയുടെ കേരള ഗ്രോസ് ആയിട്ട് 80 ലക്ഷം 90 ലക്ഷം റേഞ്ചിൽ ഗ്രോസ് കളക്ഷൻ ഉണ്ടാകുമെന്ന നിലവിൽ നാം പ്രതീക്ഷിക്കുന്നു. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വെറും 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഉള്ളൊഴുക്ക് മികച്ചൊരു കേരള ഗ്രോസിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. നാളെ ഞായറാഴ്ചയോടെ ഉറപ്പായിട്ടും 1 കോടി രൂപ കളക്ഷൻ കിടക്കാനായിട്ടൊരുങ്ങുന്ന സിനിമയുടെ തിങ്കൾ മുതലുള്ള കളക്ഷൻ അറിയാനായിട്ടാണ് നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്തായാലും തുടക്കം ഇന്നിച്ചിരിക്കുകയാണ് ഉള്ളൊഴുക്ക്. സിനിമ തിയേറ്ററുകളിൽ ആദ്യ ദിവസം തന്നെ നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമയാണ്. ചിത്രം കണ്ടവരായിരിക്കുമല്ലോ നിങ്ങൾ. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയൂ.